കപ്പ കൊണ്ട് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് പാൽ കപ്പ. വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ നല്ല നാടൻ കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ പാലക്കാടുള്ളവർ ഇതിന് പൂളക്കിഴങ്ങ് എന്നാണ് കേട്ടോ പറയാറ്. എനിക്ക് തോന്നുന്നു ഒരു മധ്യ കേരളത്തിലുള്ളവരാണ് കപ്പ എന്ന് പറയാം. ട്രിവാൻഡ്രം സൈഡിൽ മരച്ചീനി, കോഴിക്കോട് സൈഡിൽ കൊള്ളിക്കിഴങ്ങ്, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു കിഴങ്ങ്. കപ്പ ഇതുപോലെ തൊലി കളഞ്ഞ് നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. എന്നിട്ട് ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് വേവിക്കാം. കപ്പയുടെ വേവ് അനുസരിച്ച് 1-2 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് പ്രഷർ മുഴുവനായി പോയി കഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി അടുപ്പത്ത് വെക്കാട്ടോ. അതിലേക്ക് ഒരു മുറി തേങ്ങയിൽ നിന്ന് എടുത്ത് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. ഞാൻ 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് അരച്ചിട്ടാണ് ഒറ്റ തേങ്ങാപ്പാൽ മാത്രമേ എടുക്കുന്നുള്ളൂ. 1-ാം പാലോ 2-ാം പാലോ ആയിട്ടൊന്നും എടുക്കുന്നില്ല. അതിലേക്ക് 5-6 ചെറിയുള്ളി, ഒരു പച്ചമുളക് ചതച്ചതും ചേർക്കാം. നന്നായി കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കാട്ടോ. കപ്പ തേങ്ങാപ്പാലിൽ വെന്ത് ഉടഞ്ഞ് തേങ്ങാപ്പാൽ വറ്റി വരണം. അതാണ് ഇതിന്റെ പാകം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ. തേങ്ങാപ്പാൽ വറ്റി വന്നാൽ ഇനി ഒരു ചട്ടി എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ചെറുതായി അരിഞ്ഞ ചെറിയുള്ളിയും ചേർക്കാം. മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി വറവ് കപ്പയിലേക്ക് ഒഴിക്കാം. അങ്ങനെ പാൽ കപ്പ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ ബീഫിന്റെ കൂടെയോ മീൻകറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാട്ടോ. ഇത്രയും സിമ്പിൾ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി താഴെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.